ഗുഡ് മോർണിംഗ് ഓൾ. സ്ട്രക്ചറൽ ഡിസൈൻ 2 സ്റ്റീൽ ഡിസൈനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും ഡിഫറെൻറ്റ് സെക്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെ ടൈപ്പ് സെക്ഷൻസ് വരുന്നുണ്ട്, അതിൻ്റെ ഡെസിഗ്നേഷൻ എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടും, IS 800 എന്നുള്ള കോഡ്, IS 800 2007 എന്നുള്ള കോഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ സ്റ്റീൽ ടേബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മൾ ഡിസൈൻ ഫിലോസഫീസാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിസൈൻ ഫിലോസഫീസ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ഡിസൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പല കാലഘട്ടങ്ങളിലായിട്ട് പല ഡിസൈൻ മെത്തേഡ്സ് വന്നിരുന്നു. അത് ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ കൺസെപ്റ്റ്സ് വന്നിരുന്നത്. പിന്നീട് അത് അഡ്വാൻസ്ഡ് ആയി വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഡിസൈൻ ഫിലോസഫീസ് നമ്മൾ ഓൾറെഡി സ്ട്രക്ചറൽ ഡിസൈൻ 1 നമ്മൾ RCCയുടെ ഡിസൈൻ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പോവുകയാണ് നമ്മൾ. അന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടി ഒന്ന് നമ്മൾ റീകോൾ ചെയ്ത് മനസ്സിൽ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് നമ്മൾ ഡിസൈൻ ഫിലോസഫീസായിട്ട് പഠിച്ചിരുന്നത് ഏതൊക്കെയാണ് നമ്മൾ ഓർക്കുകയാണ്. 3 മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഒന്ന് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡായിരുന്നു, രണ്ടാമത്തത് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡായിരുന്നു, മൂന്നാമത്തത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതാണ് ഓൾഡസ്റ്റ് മെത്തേഡ്. ആദ്യം ഉണ്ടായ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസൈൻ മെത്തേഡ് എന്ന് പറയുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജുകളൊക്കെ അതിനുണ്ടായിരുന്നു. അത് ഓവർകം ചെയ്തുകൊണ്ട് പുതിയ മെത്തേഡ്സൊക്കെ പിന്നീട് വന്നു. എങ്കിലും നമ്മൾ ആദ്യത്തെ മെത്തേഡ് അതാണ്, ആദ്യത്തെ ഒരു വെൽ ഡിസിപ്ലിൻഡ് ഫോമിലുള്ള ഡിസൈൻ മെത്തേഡ് എന്ന് പറയുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡായിരുന്നു. ഇപ്പോഴും നമ്മൾ പല സ്ട്രക്ചേഴ്സിൻ്റെ കാര്യത്തിലും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് നമ്മളിപ്പോഴും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പൂർണ്ണമായിട്ട് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ ആദ്യം നോക്കാം, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം അതിൽ പറയുന്നത് വർക്കിംഗ് ലോഡിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഡിസൈൻസൊക്കെ ചെയ്തിരുന്നത്. വർക്കിംഗ് ലോഡ് ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ കൺസിഡറേഷനിലാണ് നമ്മൾ ഡിസൈൻ ലോഡ് ചെയ്തിരുന്നത്. പക്ഷേ അതിലും കൂടുതൽ ലോഡ്സ് വരാനുള്ള സാഹചര്യങ്ങൾ പ്രാക്ടിക്കലുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് സേഫ് ആവില്ലാത്തൊരു കണ്ടീഷൻ വരും. അതേപോലെ നമ്മൾ ചെറിയ ലോഡിന് തന്നെ വലിയ സ്ട്രക്ചേഴ്സ് കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ വരും. അങ്ങനെ വരുമ്പോൾ അൺഎക്കണോമിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് നമുക്ക് ഉണ്ടാവുക. കൂടുതൽ RCC ലേയേഴ്സ് ആണെങ്കിൽ കൂടുതൽ കോൺക്രീറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. സ്റ്റീൽ ലേയേഴ്സ് ആണെങ്കിൽ കൂടുതൽ വലിയ മെമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വരുന്നതുകൊണ്ട് അത് ചിലവ് വളരെ കൂടുന്ന ഒരു കാരണമായി മാറുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇത് ഒരു സിമ്പിൾ മെത്തേഡാണ്. അതേപോലെ ഒരു പരിധിവരെ റിലയബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ഓക്കെ ആണെന്നുള്ള ഒരു പരിധിവരെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയാൻ സാധിക്കും. അടുത്ത മെത്തേഡിലേക്ക് പോവുകയാണെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡാണ്. അതിന് ലോഡ് ഫാക്ടർ മെത്തേഡ് എന്നും പറയും. അതുകൊണ്ട് നമ്മൾ LFM എന്ന് തന്നെ ഷോർട്ടായിട്ട് പറയും. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ WSM എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ലോഡ് ഫാക്ടർ മെത്തേഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് കൊണ്ടുവന്നത്. അപ്പോൾ ലോഡ്സിൻ്റെ കാൽക്കുലേഷൻസ് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഓക്കെ ആയുള്ള രീതിക്കുള്ള കൺസിഡറേഷൻസാണ് ഉണ്ടാവുക. അതായത് പ്രാക്ടിക്കലി വരുന്ന കേസിന് അനുയോജ്യമായ രീതിക്കുള്ള ലോഡ് കൺസിഡർ ചെയ്യുന്നു. അൾട്ടിമേറ്റ് ലോഡാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് സേഫ്റ്റി മെഷേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോഡ് ഫാക്ടർ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ഡിസൈൻ ലോഡ് ടു വർക്കിംഗ് ലോഡ്. അതായത് ഒരു ലോഡ് ഫാക്ടർ എന്നുള്ളൊരു പാരാമീറ്ററും കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡിസൈൻ ലോഡ് ടു വർക്കിംഗ് ലോഡിൻ്റെ റേഷ്യോ ആണ് ഈ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ കൺസിഡറേഷൻ കൂടി എടുത്തിട്ടാണ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലോഡിൻ്റെ ഒരു പ്രാക്ടിക്കൽ കേസിലുള്ള കൺസിഡറേഷൻസ് ഇവിടെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പോയിൻ്റ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻറ്റേർണൽ ഫോഴ്സസ് ഈസ് അക്കൗണ്ടഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലോഡ് എടുക്കുക, ഒരു മെമ്പറിൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ
അതിന് രണ്ട് എൻഡിൽ സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു മെമ്പറിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് ആക്ച്വൽ കേസിൽ അല്ലേ. പക്ഷെ നമ്മൾ യൂഷ്വലി അത് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് അലോസ് വാരീഡ് സെലക്ഷൻ ഓഫ് ലോഡ് ഫാക്ടേഴ്സ്. ഡിഫറെൻറ്റ് ലോഡ് ഫാക്ടേഴ്സിൻ്റെ ലോഡ് ഫാക്ടർ എന്താ നമ്മൾ പറഞ്ഞു, ഡിഫറെൻറ്റ് വാരീഡ് ആയിട്ടുള്ള വാല്യൂസിൻ്റെ സെലക്ഷൻസ് അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. കൂടുതൽ എക്കണോമിക്കലായിട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഡസ് നോട്ട് ഗ്യാരണ്ടി സർവീസബിലിറ്റി പെർഫോമൻസ്. ഇതിലൊരു ഫെയിലിയർ കണ്ടീഷനിൽ ഒരു മാക്സിമം ലോഡ് വരുമ്പോൾ ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ മാത്രമാണ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ ചെയ്യുന്നത്. ഒരു സർവീസബിലിറ്റി പെർഫോമൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു സർവീസബിലിറ്റി ലോഡ് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. കേവലം വർക്കിംഗ് ലോഡിൻ്റെ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അടുത്ത ഡിസൈൻ ഫിലോസഫി അല്ലെങ്കിൽ മെത്തേഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനാണ്. നമ്മുടെ IS 800/2007 എന്നുള്ള കോഡ് ലിമിറ്റ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ RCCയുടെ ആയിക്കോട്ടെ സ്റ്റീലിൻ്റെ ആയിക്കോട്ടെ നമ്മൾ ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇറ്റ് ഈസ് ദ comprehensive method which will take care of both strength and serviceability requirement. ഇതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ രണ്ട് മെത്തേഡിലും നമ്മൾ പറഞ്ഞ രണ്ട് മെത്തേഡിലുള്ള ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കൺസിഡറേഷൻസ് ഇവിടെ സ്വാഭാവികമായിട്ടും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അഡ്വാൻസ്ഡ് മെത്തേഡായി കൂടുതൽ റിലയബിളായി കൂടുതൽ ഉപയോഗിക്കുന്ന മെത്തേഡായി മാറുകയും ചെയ്തു. ദിസ് ഈസ് അഡ്വാൻസ്ഡ് മെത്തേഡ് ആൻഡ് വിച്ച് ഓവർകം ദ ഡിഫക്ട്സ് ഓഫ് എബോവ് ടു മെത്തേഡ്സ്. സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് അഡ്വാൻസ്ഡ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്തിനാണ് അഡ്വാൻസ്ഡ് മെത്തേഡ് ഉപയോഗിക്കുന്നത്? മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന എന്ത് കാര്യവും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അപ്ഡേറ്റ്സ് ചെയ്യുന്നതിനാണ്. മുന്നേ ഉണ്ടാകുന്നതിൻ്റെ ഡിഫക്ട്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപ്ഡേഷനാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുക. ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. അതായത് ഇതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫെയിലിയർ ആവുന്നൊരു പോയിൻ്റ് ലോഡ്, അതേപോലെ ഇതിൻ്റെ സർവീസബിലിറ്റി പാരാമീറ്റേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യും, സർവീസബിലിറ്റി പെർഫോമൻസിൻ്റെ ബേസിനും കൂടി നമ്മൾ കൺസിഡറേഷൻസ് കൊടുക്കും. അതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ്റെ അല്ലെങ്കിൽ ടു ലിമിറ്റ് സ്റ്റേറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ഫിലോസഫീസ് നമ്മൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്ത് നമ്മൾ നേരെ പോകുന്നത് സ്റ്റീൽ ഡിസൈനിൽ അല്ലെങ്കിൽ സ്റ്റീൽ മെമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കണക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഡിഫറെൻറ്റ് മെമ്പേഴ്സ് നമ്മൾ ഉപയോഗിച്ച് അത് കണക്ട് ചെയ്തിട്ടാണ് വലിയൊരു സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിൽ കണക്ഷൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് കണക്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. റിവറ്റഡ് കണക്ഷൻ, ബോൾട്ടഡ് കണക്ഷൻ ആൻഡ് വെൽഡഡ് കണക്ഷൻ. ഇങ്ങനെ 3 കണക്ഷൻസാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ തന്നെ റിവറ്റഡ് കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു കണക്ഷനല്ല. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിൻ്റെ മുന്നത്തെ റിവിഷൻ, ഈ 2007 റിവിഷന് മുന്നിലുള്ള റിവിഷനിൽ റിവേറ്റഡ് കണക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ റിവേറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് 2007 റിവിഷനിലേക്ക് വന്നപ്പോൾ റിവേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഒഴിവാക്കി. കാരണം ഇപ്പോൾ നമ്മൾ റിവേറ്റഡ് ജോയിൻറ്റ്സ് പൊതുവേ കൊടുക്കാറില്ല. നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ റിവേറ്റഡ് കണക്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ചോദ്യങ്ങൾ വരാറുണ്ട് റിവേറ്റഡ് കണക്ഷനെ കുറിച്ച്, എന്താ ചെയ്യുന്നതെന്നുള്ള വരാറുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. റിവേറ്റഡ് കണക്ഷൻ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പിന്നീട് നമുക്ക് ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. അപ്പോൾ റിവേറ്റഡ് കണക്ഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: റിവറ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് പീസസ് ഓഫ് മെറ്റൽസ് ബൈ ഇൻസേർട്ടിങ് ഡക്റ്റൈൽ മെറ്റൽ പിൻസ് കോൾഡ് റിവെറ്റ്സ്. ഇപ്പോൾ മെറ്റൽ പിൻസിനാണ് റിവെറ്റ്സ് എന്ന് പറയുക. called rivets into holes of pieces to be connected and forming a head at the end of rivet to prevent coming out. ഒരു വലിയ സെൻറ്റൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. അതായത് രണ്ട് മെമ്പേഴ്സ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ താഴെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഹോൾ നമ്മൾ മേക്ക് ചെയ്യും. ആ ഹോളിൽ കൂടെ നമ്മൾ പിന്ന് കടക്കും. ആ പിന്നിനാണ് നമ്മൾ റിവെറ്റ് എന്ന് പറയുക. അത് കടത്തതിന് ശേഷം എന്ത് ചെയ്യും, അതിൻ്റെ
ഇതിനൊരു ഹെഡ് ഉണ്ടാവും. അതിൻ്റെ ഹെഡില്ലാത്ത മറ്റേ എന്ത് ചെയ്യും, അവിടെ നമ്മളൊരു ഹെഡ് ഫോം ചെയ്യും. അപ്പോൾ രണ്ട് എൻഡും എന്ത് ചെയ്യും, ജോയിനായിട്ട് രണ്ട് എൻഡും ബ്ലോക്കായിട്ട് നിൽക്കും. എന്തിനാണ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഒരു ആണി ഒരു ഹോൾ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ഹോൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ചാടിപ്പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ലേ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ ഹെഡ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ റിവെറ്റ് ഹോൾ നമുക്ക് കാണാം. റിവെറ്റിന് വേണ്ടിയാക്കിയുള്ള റിവെറ്റ് ഹോള്. പിന്നെ റെഡ് ഹോട്ട് റിവെറ്റ് അതിൽ കൂടെ കടന്നു. റെഡ് ഹോട്ട് റിവെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി റെഡ് ഹോട്ട് ചെയ്തിട്ടാണ് നമ്മൾ കടത്തി വിടുക, അല്ലെങ്കിൽ റെഡ് ഹോട്ട് ചെയ്തിട്ടാണ് അതെല്ലാം അതിൻ്റെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് റെഡ് ഹോട്ട് റിവെറ്റ്. അതിലൂടെ പാസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഇത് ചൂടായിട്ടിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് മോൾഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു രണ്ട് സൈഡും എന്ത് ചെയ്യും, ഫ്രീ ആയിട്ടുള്ള ഒരു സൈഡും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹെഡ് ഫോം ചെയ്യും. മറ്റേത് ഒരു സൈഡിൽ മാത്രമേ ഹെഡ് ഉണ്ടായിരുന്നുള്ളൂ, രണ്ട് സൈഡിലും ഹെഡ് ഫോം ചെയ്യും. ഇങ്ങനെ രണ്ട് സൈഡിലും ഒരേപോലെ ആയിരിക്കും റിവെറ്റഡ് ജോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുക. ഇത് പൊതുവെ കാണുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു, സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇമ്പോർട്ടൻ്റാണ്. പല ടൈപ്പ് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. റിവെറ്റഡ് കണക്ഷൻ ഇപ്പോഴും പല ഓവർ ബ്രിഡ്ജസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് റിവെറ്റഡ് കണക്ഷൻ അവിടെ കാണാൻ സാധിക്കും. കോമൺലി നമ്മളെ സ്ട്രക്ചേഴ്സിൽ ഇപ്പോൾ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ ബോൾട്ടഡ് വെൽഡഡ് കണക്ഷൻസാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിവെറ്റഡ് കണക്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇതേപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് അതിനുള്ളതുകൊണ്ടാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ പറയുന്ന കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കുക നിങ്ങൾ. ഇതിന് ഹൈ എക്യുപ്മെൻറ്റ്സ് വേണ്ടൊരു പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് വേണം ആദ്യം, അതാണ് ഒരു കാര്യം. ആ ഒരു മെക്കാനിക്കൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹൈ ലെവൽ നോയ്സ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിങ്ങനെ ഹെഡ് ഹോട്ടിൽ സാധനം കടത്തി അത് ഒരു ഹെഡാക്കി മാറ്റാനുള്ള എന്താ പറയുക, അതിനുള്ള ബ്ലോസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് വലിയ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളത് ഒരു വലിയ ഡ്രോബാക്കാണ്. പിന്നെ ഇറ്റ് നീഡ് ഹീറ്റിംഗ് ദ റിവെറ്റ് ഇൻ ടു റെഡ് ഹോട്ട്. ആ റിവെറ്റിൻ്റെ റെഡ് ഹോട്ടിലേക്ക് ചൂടാക്കിയതിന് ശേഷം കടത്തി വിടണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെക്കാനിക്കൽ സെറ്റപ്പുകൾ നമുക്ക് പ്രോപ്പറായിട്ട് വേണം. ഇല്ലാത്ത കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ സ്കിൽഡ് വർക്കാണല്ലേ, സ്കിൽഡ് ലേബേഴ്സിന് ഉപയോഗിച്ചിട്ട് മെഷീനറീസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും. ആർക്കും ഇപ്പോൾ നെറ്റ് ബോൾട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ. അത് സ്കിൽഡ് ലേബർ വർക്കാകുമ്പോൾ കുറച്ചും കൂടി ഇതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ലേബർ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഇതിന് കൂടുതലായിരിക്കും. പിന്നെ അടുത്തെന്ന് പറയാനുള്ളത് റിമൂവിങ് പൂർലി ഇൻസ്റ്റാൾഡ് റിവെറ്റ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് കോസ്റ്റ്ലി. നമ്മൾ പറഞ്ഞു റെഡ് ഹോട്ട് ആക്കിയിട്ട് നമ്മൾ ഹെഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടല്ല റിവെറ്റ് കണക്ട് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നീട് അത് റിമൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് കുറച്ച് കോസ്റ്റ്ലിയുമാണ്. അതേപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത പ്ലേറ്റ്സിന് ചിലപ്പോൾ ചെറിയ ഡാമേജസ് ഒക്കെ വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് പതിയെ റിവേറ്റഡ് കണക്ഷൻ നമ്മൾ മാറ്റി നിർത്തിയത്. നമുക്ക് പറയാനുള്ളത് ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷനെ കുറിച്ചാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുടർന്ന് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ.